നല്ല വചന പേരിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠന പരമ്പരയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കുന്നതിലേക്ക് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു മരിച്ചവൻ മാത്രമല്ല, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ കൂടിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവായി ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയും. എനിക്ക് എന്റെ ജീവനെ വെച്ചുകൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ആ കർത്താവായ യേശുവിനെ പീലാത്തോസ് മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അരിമത്തിയിലെ യോസേപ്പും അതുപോലെ തന്നെ നിക്കോദിമോസും യഹൂദ ശവസംസ്കാര മര്യാദ പ്രകാരം 100 റാത്തൽ സുഗന്ധ ലേപനത്തോടുകൂടെ യോസേപ്പ് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. കർത്താവായ യേശു മരണത്താൽ അവൻ ബന്ധിക്കപ്പെട്ടില്ല, മരണത്തിൽ അവനെ പിടിച്ചു വെക്കുവാൻ കഴിയുമായിരുന്നില്ല. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആയതിലേക്ക് 8 തെളിവുകൾ വളരെ വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കാം. നമ്പർ 1, കർത്താവിന്റെ കല്ലറ ആഴ്ചപ്പെടുന്നതിന്റെ 1-ാം ദിവസം തുറക്കപ്പെട്ടതായി കണ്ടു, മത്തായി 28:6. 2, ദൂതന്മാരുടെ സാക്ഷ്യം, മത്തായി 28:5-6 വാക്യങ്ങൾ. കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളോട് ദൂതന്മാർ പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 3, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതിലേക്ക് സാക്ഷ്യം പ്രാപിച്ച അല്ലെങ്കിൽ അവനെ നേരിൽ കണ്ട സ്ത്രീകൾ അല്ലെങ്കിൽ വ്യക്തികൾ, പത്രോസ്, മറിയ, ക്ലെയോഫാസ്, തോമസ് എന്നീ ആളുകൾ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവനെ നേരിൽ കാണുകയുണ്ടായി. 4, കർത്താവായ യേശു പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോടുകൂടെ ഒന്നിച്ചുകൂടി ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് 4-ാമത്തെ തെളിവാണ്. അതിന് തെളിവ് വേദപുസ്തകത്തിലുണ്ട്. 5, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവൻ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ട് ഗലീലയിൽ വെച്ച് 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. കർത്താവായ യേശുവിന്റെ മരണത്തിന് പുനരുത്ഥാനത്തിന് ശേഷം 500-ലധികം ആളുകൾ ഗലീലയിൽ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ യേശു ക്രിസ്തു ഈ 500-ലധികം പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷനായി. ഞാനൊരു കാര്യങ്ങൾ പറയാം. കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മുമ്പാകെ ഈ വിഷയം ഇവിടുത്തെ പരമോന്നത നീതിപീഠത്തിൽ ഒരു വിസ്താരത്തിനായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുകളെല്ലാം സാക്ഷ്യം പറയും. പത്രോസും മേരിയും ക്ലെയോഫാവും തോമസും അതുപോലെ തന്നെ കർത്താവിന്റെ 12 ശിഷ്യന്മാരും ഗലീലയിലെ പ്രവിശ്യയിൽ 500-ലധികം ആളുകൾ ഒറ്റ പ്രാവശ്യം യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷനായ സംഭവമെല്ലാം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ നാന്ദിയായി അവർ സാക്ഷ്യം പറയും. അല്ലേ? അങ്ങനെ വായിക്കുന്നത്, അവൻ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവരിൽ പലരും ഇന്നയോളം നമ്മുടെ മധ്യയെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലൂസ് ഈ ലേഖനം എഴുതുന്ന സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച് ഈ 500-ലധികം ആളുകളിൽ പലരും ആ സമയത്തും ജീവനോടെ അവശേഷിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിലാണ് 6-ാമത്തെ എവിഡൻസ് കാണുന്നത്. അവിടെ സ്തെഫാനോസ് മരിക്കുകയാണ്, കല്ലേറുകൊണ്ട് മരിക്കപ്പെടുകയാണ്. അങ്ങനെ കല്ലേറുകൊണ്ട് മരിക്കപ്പെടുന്ന ആ സമയത്ത് നമ്മൾ വായിക്കുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവായ ദൈവത്തിന്റെ സിംഹാസന വലതുഭാഗത്ത് നിൽക്കുന്നതും തന്റെ കണ്ണുകളാൽ അവൻ കണ്ടു. അപ്പൊ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയി പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരൂഢനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ സ്തെഫാനോസ് പിതാവിന്റെ വലതുഭാഗത്ത് അവൻ നിൽക്കുന്നവനായി അവനെ കണ്ടു. 7-ാമത്തെ എവിഡൻസ്, യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി കൊല ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയാണം ചെയ്ത പൗലൂസ്, പ്രവൃത്തികളുടെ പുസ്തകം 9:5. അവിടെ വഴിയിൽ വെച്ച് ദമസ്കോസിന് പടിവാൾക്ക് വെച്ച് പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു പൗലോസിനെ എതിർപ്പെട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവനോട് ചോദിക്കുമ്പോൾ
നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് അവൻ മറുപടി പറയുന്നു. പൗലോസും അവനെ കണ്ടു. മാത്രമല്ല, ലക്ഷം വിശുദ്ധന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളുകളുടെ സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യമാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ വായിക്കുന്നത് പ്രവൃത്തി 1:3. മറ്റു പല അടയാളങ്ങളാലും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും യേശു കാണിച്ചു കൊടുത്തു. മരണഭാഷ്യങ്ങൾക്ക് പിടിച്ചുവെക്കുവാൻ കഴിയാതെ വിധം തന്റെ പരിശുദ്ധന് ദ്രവത്വം കണ്ടില്ല എന്ന് പത്രോസ് പരസ്യമായി പ്രസംഗിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. ദാവീദ് തന്റെ ആയുസ്സിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാർ ചേർന്നു. എന്നാൽ തന്റെ പരിശുദ്ധനെയോ ദ്രവത്വം കാണുവാൻ അവൻ സമ്മതിച്ചുമില്ല എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നാണ് സാക്ഷ്യം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഉലക മഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ആകിയാൽ അവിടുന്ന് ദൈവമെന്ന് തെളിയിച്ചു. റോമർ 1:4 ഇങ്ങനെ വായിക്കുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവത്തിനൊന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.